Guys, welcome back to our YouTube channel. രാത്രിനപ്പം രാവിലെ ആക്റ്റീവ് മൂഡിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഡേ ഇൻ മൈ ലൈഫ് എന്തൊക്കെ രീതിയിലായി പോകുന്നൊന്നും അറിയില്ല, കാരണം ഓരോ ദിവസവും പല രീതിയിലായിരിക്കും പോകുന്നത്. ഇദ്ദേഹം ഉണ്ടായിട്ട് ഇടിച്ചോ പോട്ടടാ. സോ നമ്മള് രാവിലെ എണീറ്റ് ഡൈപ്പറൊക്കെ മാറ്റി ഒരു ഡൈപ്പർ ഫ്രീ ടൈമാണ് കേട്ടോ. അയ്യോ, മറ്റത് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോ ഇവിടെ ഉള്ള വീട്ടുകാരുടെ ബഹളമായിരിക്കും. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ബഹളമാണ് ഫ്രണ്ട് നിൽക്കുന്നത്. ഇന്നലെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറൂണ് കഴിഞ്ഞാൽ നമ്മള് സോളിഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് ഡോക്ടർ പറഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. ഞാൻ ഒന്ന് സെറ്റിലാക്കിട്ട് വരാവേ. ഗൈസ്, ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പൊട്ട്, മുട്ട, പയറ്, പപ്പടം വേണോ എനിക്ക്? പപ്പടം കഴിക്കണ്ട. ഫ്രൂട്ട്സ്. ഇതാണ് ഐജന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയും കഴിക്കില്ല, ഇതെല്ലാവർക്കും കൂടെ അരിഞ്ഞത്. അവനിപ്പോൾ ഡയറ്റിലാണ്, ഹെൽത്തി ഡയറ്റിലാണ്. പക്ഷെ എനിക്ക് ഡയറ്റൊന്നുമില്ല, എനിക്കെല്ലാം കഴിക്കാം. ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന എനിക്കാണ്. പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വന്നു. അവിടെ പൊന്നുപേനെ പങ്കട ഉടക്കം. ഇവിടെ കിടന്ന് കളിക്കോ? പോട്ടെ 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 പോട്ടെ. ഗുഡ് ബോയ്. എടാ വിശപ്പില്ലല്ലേ ഒട്ടും? ഞാനേ പാല് കൊടുക്കണായിരിക്കും. പാല് കൊടുക്കുന്ന അതുകൊണ്ട് എനിക്ക് വിശക്കും, ഇടയ്ക്കിടയ്ക്ക് വിശക്കും. ഞാൻ ഹെൽത്തി ആയിട്ടല്ലേ വേണേ, ഫുൾ പ്രോട്ടീനാണ്. പയറ്, മുട്ട, ചിക്കൻ. കുരുമുളക് മുകളിലാക്കി നൂലിട്ട് കൊടുത്തില്ല, നല്ല കെട്ടില്ല. അത് ഇന്നലെ എൻ്റെ മമ്മി കഴുത്തിലാണ് കെട്ടിക്കൊടുത്തത്. അപ്പം മമ്മി അച്ഛമ്മ പക്ഷെ കഴുത്തിലിട്ടാ ഇപ്പൊ ഇന്നലെ ഫുൾ കടിച്ചമ്മ. അത് കമരാണ്. ഇപ്പൊ അതാണ് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം, കമര. ഫുള്ള് ഇപ്പൊ കമര. നമ്മൾ 3 പേരും രാവിലെ അപ്പം പാല് കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് സുഖമായിട്ട് വീണ്ടും കിടന്ന് കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. കാരണം ഇന്നലെ നമുക്ക് ഭയങ്കര ടയറിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇവൻ രാവിലെ എണീറ്റു അല്ലേ? ഞാൻ 5 മണിക്ക് 4:45 5 മണിയപ്പോൾ എണീറ്റു. അത് കഴിഞ്ഞ് അച്ഛനും മോനും എണീറ്റു. പിന്നെ നമുക്ക് ചോറൂൺ ഫങ്ഷൻ, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലുലുവിൽ കുറച്ച് അതിൻ്റെ ഇപ്പോൾ 1.5 ആഴ്ചയായിട്ട് ഫുൾ ഡയറ്റിലാണ്. ഡയറ്റ് എന്ന് വെച്ചാൽ ഹെവി ഡയറ്റൊന്നുമല്ല, പക്ഷെ കുറച്ചധികം ഓയിൽ ഒക്കെ കട്ട് ചെയ്തിട്ട് പ്രോട്ടീനും ഒക്കെ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തന്നെ, സാലഡ്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനം തീർന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് ഇന്നലെ ലുലുവിൽ പോയി. അപ്പം വ്ളോഗ് എടുത്തില്ല, കാരണം ചൂട് കഴിഞ്ഞതിൻ്റെ ഒരു ഭയങ്കര ക്ഷീണം ഉണ്ടായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ 3 പേരും ഉറങ്ങി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? കുളിപ്പിക്കണോ വേണ്ടെന്നാണ് ആലോചിക്കുന്നത്. കുളിപ്പിക്കണോടാ? കുളിപ്പിക്കല്ലേ? അപ്പോൾ ഞാൻ പോയി 2 സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളത് മേടിച്ചിട്ട് വരാം. ക്ലീനിങ് സ്റ്റുഡിയോയിലും പോകണം. പോയിട്ട് പെട്ടെന്ന് വരാം. പോയിട്ട് വരാം.
അപ്പോൾ കുളിച്ചാവോ അപ്പൊ കുളിച്ചാവോ ഫോൺ പിടിക്കണം ഫോൺ പിടിക്കണേ കുളിച്ചാവോ കണ്ണ ഫോണിൻ്റെ പിടി പിടിച്ചോ പിടിച്ചു 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 ഒടുക്കൻ കേടാ കണ്ണപ്പ വാ ഒടുക്കൻ ഞാൻ വന്ന് എടുത്തോളാം കേട്ടാ ഒടുക്ക എടുത്ത് പാട്ടൊക്കെ പാടാമേ എവിടെ പോണി നീ കുളിച്ചിട്ട് കാമരാമേ കേട്ടാ വാ, ഓ വാ, വേണ്ട വാ. വേണ്ട വേണ്ട ദേഷ്യം ദേഷ്യം വരുന്നു ദേഷ്യം തലമോ ഇതാക്കിയോ എന്തോ Guys, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ സ്കിൻ കെയർ റൊട്ടീനാണ് കമോ റൊട്ടീൻ തുടങ്ങുകയാണ് ആദ്യം നമ്മൾ ഈ ഒരു അവനോയിൻ്റെ ബേബി സൂത്തിങ് റിലീഫ് മോയ്സ്ചറൈസർ ക്രീമാണ് മുഖത്തൊക്കെ ഇടുന്നത് ഇത് നമ്മൾ ഇടയ്ക്ക് മുഖം ഇവന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രൈ സ്കിന്നാണ് അത് കുഴപ്പമില്ല അത് കിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രൈ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രൈ സ്കിൻ തന്നെ അതുകൊണ്ട് അവന് അതിൻ്റെ ഒരു ഓ അങ്ങോട്ടോടി ഇങ്ങോട്ടോട് അങ്ങോട്ടോടി ഇങ്ങോട്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോട് അങ്ങോട്ടോടി ഇങ്ങോട്ട് അപ്പൊ നമ്മൾ ഈ ക്രീം ഇടയ്ക്ക് ഇടും എപ്പോഴൊക്കെയാണ് മേല് കഴിവെന്ന് വെച്ച് പിന്നെ യൂസ് ചെയ്യുന്നത് ഈ സെബാമെഡിന്റെ ബോഡി ലോഷനാണ് നീ എന്തുവാടി നാട്ടുകാരടുത്തേക്ക് വിളിച്ച് പറയുന്നത് അപ്പൊ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ അവനെ കുളിപ്പിച്ചതിൽ വെച്ച് നിർത്തിയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിച്ചു കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അവൻ പിന്നെ നല്ല മൂഡിലല്ലായിരുന്നു ഇന്ന് കുറച്ച് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇരിക്കാനൊന്നുമില്ലായിരുന്നു ഫുൾ ടൈം നടത്തുമൊക്കെ ആയിരുന്നു ഇതിപ്പോൾ നൈറ്റാണ് നൈറ്റ് നമ്മൾ കിച്ചണിൽ സാലഡ് ഉണ്ടാകും ഞാൻ പറഞ്ഞില്ല ഇഞ്ചിടം കുറച്ച് ദിവസമായിട്ട് രാത്രി സാലഡ് ഇഞ്ചിടം കാത്തും കഴിക്കുന്ന നമ്മളെല്ലാവരും പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഫുഡ് കൂടെ കഴിക്കും അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുൾ സെറ്റായിട്ട് നമ്മുടെ നൈറ്റുള്ള സാലഡ് റെസിപ്പി കാണിച്ചു തരാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വേണം വെളുത്തുള്ളി ക്യാരറ്റ് പച്ചമുളക് ടൊമാറ്റോ ഇതിനെന്തോ കറുവപ്പട്ടയോ പട്ട പിന്നെ നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആൻഡ് ചിക്കൻ നമ്മൾ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് ഇന്നലെ ലുലുന്ന് മേടിച്ചു കേട്ടോ അത് എടുത്തിട്ടുണ്ട് കുക്കർ വെച്ചു ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം അല്ല ഇവ പറഞ്ഞുതരും എനിക്കറിഞ്ഞൂടെ ഭയങ്കരമായിട്ട് ചതയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി ഓക്കെ പൊന്നോടെ ബദ്ദു ഉറക്കം എടുക്കണില്ലേ ആ കഥ നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല കുക്കർ എടുത്തു ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇടേണ്ട ആവശ്യമില്ല കുറച്ച് ഓയിൽ വേണം ഇല്ല ഒലിവ് ഓയിൽ സൺഫ്ലവറും ഇല്ല ഒലിവ് ഓയിൽ ബട്ടർ അത് ആക്ച്വലി ടേസ്റ്റ് ചെയ്യായിരിക്കും നമ്മൾ ഈ ഇടുന്ന വെജീസ് മാത്രം ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തിട്ടിട്ടല്ലേ ക്യാരറ്റും പക്ഷെ അതിന് ടേസ്റ്റ് ബട്ടർ ആണ് പക്ഷെ നമ്മൾ അങ്ങനെ നോർമലി സൂപ്പല്ലേ ഉണ്ടാക്കണേ അതുകൊണ്ട് ഏട്ടാ ജോബ് വാ കാണിച്ചു തരാം കുരുമുളക് ഇട്ടു പട്ട നടുവ് എനിക്കൂടി ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി സവാള ഒരു ബട്ടറിന്റെ ഒരു ഫീൽ കിട്ടാൻ ഒന്ന് സോർട്ട് ചെയ്യാം പറ്റും സൂപ്പ് ടേസ്റ്റ് നോക്കണത് അച്ചാമ്മയാണ് ചിക്കൻ സൂപ്പ് ഓ എടി ഫുഡ് ബ്ലോഗറിന്റെ പണി എന്താണ്
എല്ലാവരും തിന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് ഓ ആ കുഴപ്പമില്ല, സാലഡിനാണ്. വേണ്ട വേണ്ട, അല്ല മാരിനേറ്റ് ചെയ്ത് ജസ്റ്റ് ഉപ്പും പെപ്പറും കൂടെ വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത്. നമ്മള് ഭയങ്കര മോഡേൺ ആൾക്കാരാണ്. ആ നമ്മളുള്ള ആണുങ്ങളാണ് കുക്ക് ചെയ്യണത്. എടാ നീ ചിക്കൻ ഫുൾ ഇതിനു വേണ്ടി എടുക്കുവോ സൂപ്പിന്? കട്ട് ചെയ്ത് തരാം. ഓക്കെ, ചാവാതെ. സാലഡിന് ഇതാണ് സാലഡ്. സാലഡിന് ഇത് 3 ചിക്കന് കൂടെ ഇട്ട് ഇത് ചെയ്ത്. ഓ മതിയമ്മ. 2 ഫുൾ ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നു, അത് 2 ജസ്റ്റ് എന്തോന്നത് മാരിനേറ്റ് ചെയ്തത്. പെപ്പറും ഉപ്പും. പിന്നെ അടച്ച് വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു പാത്രം കൊടുത്താമ. ബൂം ബാങ്. ചേട്ടൻ അയാളെ വീഡിയോ കൊണ്ട് വട്ടായി. ചേട്ടൻ പറയില്ല, അയാളെ കൊച്ചിന് ആദ്യം മട്ട കൊടുത്തു, മട്ടനല്ല ബീഫ് കൊടുത്തോണ്ട് ഇവനും പക്ഷെ ആ ഒരു ഡോക്ടർ, ഇവിടെ ഉള്ള ഡോക്ടർ പറഞ്ഞിരിക്കുന്ന കുഴപ്പമില്ല, ഇനി കഴിക്കുന്നതിന് മീറ്റും കുഴപ്പമൊന്നുമില്ല. എഗ്ഗും കൊടുക്കാം. നമ്മളിവിടെ കേരളത്തിലുള്ള ആൾക്കാരാണ് ആദ്യം ചോറൂണൊക്കെ നടത്തുന്നോണ്ട് നമ്മുടെ കൾച്ചറിലുള്ള മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ആ ഗാർലിക്, വെളുത്തുള്ളി വേണം കേട്ടാ, വെളുത്തുള്ളി, ഉപ്പ്. പക്ഷെ ഇവർക്ക് വ്രതമാണടി. ആർക്ക്? മിന്നുവിനും മൃദു. സൂപ്പിൽ കോൺ ഇടുന്നുണ്ട് കാരണം നമ്മൾ ചിക്കൻ സാലഡിന് വേണ്ടിയായിട്ട് കുറച്ചെടുക്കും. അപ്പം ചിക്കൻ്റെ ഫ്ലേവർ അതിലിറങ്ങും. പ്ലസ് നമുക്ക് എന്തെങ്കിലും ഒരു ബൈറ്റ് കിട്ടണ്ടേ കൂടെ കഴിക്കുമ്പോൾ. സോ അതിന് നമ്മൾ കോൺ ഉപയോഗിക്കും. കാച്ചിന് ഇഷ്ടപ്പെട്ടാടില്ല കേട്ടോ. അമ്മയ്ക്ക് എന്താ ഇഷ്ടം? അമ്മ ഇപ്പൊ കുറ്റം പറയാനാണ് പറഞ്ഞത്. ഓ എനിക്കുള്ളത് എനിക്കിഷ്ടപ്പെട്ടു. ഉപ്പ് വേണം ഇത്തിരി കൂടെ. വേണ്ട, സെറ്റ്. നല്ല ടേസ്റ്റ്. വെള്ളം ചേർക്കുന്നതിന് എടാ വെള്ളം. വെയിറ്റ് ചാവല്ലേ. ഓക്കെ ഓക്കെ. നിങ്ങൾ കുറച്ച് ദിവസം വെള്ളം ഉണ്ട് താത്തു നീ ഒരു ഞാൻ പോണേ. വെള്ളം ചേർത്തില്ല. എന്നിട്ടാണ് അത്രയും നമ്മള് നാരങ്ങ നീര് തൈര്. ഇഷ്ടപ്പെട്ടില്ല. ഉപ്പ് തന്നതിൽ കുറച്ച്. ഓ ഓ വാ ഉപ്പ് വാ. വേണ്ട. ഉപ്പ് നിങ്ങൾ ഉപ്പ് ഇടരുത്. സാലഡിനോട് ഡ്രസ്സിൽ ചെയ്തതിനു ശേഷം പെപ്പർ. ഗൈസ് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഇത് സാലഡിലിടാനാ. സാലഡിലോട് കുറച്ച് ഉലുവായി. ഓക്കെ താത്തു ഇതിന് സാലഡിലിടും, കുറച്ച് സൂപ്പിലിടും, അരിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട്. ബൂം ബാങ് പെർഫെക്റ്റ് കുക്കിംഗ്. എല്ലാ കണ്ട റെസിപ്പി ഉണ്ട്. മാലയിട്ട് ആളെ വെച്ചിട്ടാണ് ചിക്കനൊക്കെ കാണിച്ചത്. ജോബി. അതെ. അപ്പൊ നമ്മള് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ബെൽ പെപ്പറും ക്യാരറ്റും കൂടെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടറിൽ. എന്തോ ഓ വാവ്. നമ്മൾ ചിക്കൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ പീസാവും. ഇതിങ്ങനെ സാലഡ് ഉപയോഗിക്കാം. കുറച്ച് കട്ട് ചെയ്ത് സൂപ്പിലിടാം. ഡെയിലി ഇതൊന്ന് കഴിച്ചിട്ട് എന്നും ഉണ്ടാക്കി തരാൻ പറയല്ലേ. ക്യാരറ്റ്, ബട്ടർ, ടൊമാറ്റോ, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, വെള്ളത്തിൽ എല്ലിട്ട് തന്നെ. സൂപ്പിനല്ലേ? ഇത് സൂപ്പിന് വേണ്ടിയിട്ടുള്ള. ബെൽ പെപ്പർ, ക്യാരറ്റ്. ബെൽ പെപ്പർ നമ്മൾ ആദ്യം ജസ്റ്റ് ബട്ടർ ഇട്ട് സോട്ട് ചെയ്ത് പിന്നെ ക്യാരറ്റ് അതെല്ലാം ബട്ടറിൽ സോട്ട് ചെയ്ത് അത്ര ചെയ്തോളൂ. പിന്നെ ചിക്കൻ നേരത്തെ സൂപ്പിനുണ്ടായിരുന്ന ചിക്കൻ ജസ്റ്റ് പെപ്പറും സോൾട്ടും കൂടെ ഇട്ട് അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഓക്കെ ഓക്കെ. മല്ലിയിലിടുന്നു. കുറച്ച് കപ്പ നമ്മൾ അതിലിട്ട് കുറച്ച് കപ്പുണ്ട്. എനിക്ക് കുറച്ച് നാരങ്ങയും കൂടെ തരുമോ? ഒരു നാരങ്ങയും കൂടെ. ക്യാബേജ് ഉണ്ട്.
ലാസ്റ്റ് നാരങ്ങ. ലൈമ സ്വീസ് കൊടുക്കാം. കുഞ്ഞു തക്കാളി വേണോ? വേണ്ട, നമുക്ക് നാളെ വേറെ പിടിക്കാം. അത് പക്ഷെ പെട്ടെന്ന് യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചീത്തയായി പോകും. സാലഡ് സെറ്റായി. ഇനി നമുക്ക് സാലഡ് സെറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? പ്ലേറ്റ് ചെയ്യണം. പ്ലേറ്റ് ചെയ്യണം. വീഡിയോ എഴുതി എടുത്തല്ലോ. ഇത് ചെയ്യുന്നത് ഒന്ന് പറയാവോ? അവക്കാഡോ, യോഗട്ട്, വെളുത്തുള്ളി, ഉപ്പ്, മല്ലിയില, ഇത്രേ ഉള്ളൂ. അച്ഛൻ കൊണ്ട് ആ അടിപൊളിയടാ, നല്ല ഭംഗിയുണ്ടടാ. എടുത്തോ. അവൻ മറ്റേ എല്ലാം കളർഫുൾ ആയിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് ആരച്ഛനാ അവതാ കണ്ണെടുക്കുന്നാടി, അതിൽ തന്നെ കഷ്ടം. കണ്ടപ്പോ വേണോ? നിങ്ങൾ കളിപ്പിക്കണ്ട. നമ്മുടെ സൂപ്പും സാലഡും അപ്പൊ റെഡിയായി. നല്ല ടേസ്റ്റ്. ഞാൻ അഭിപ്രായം പറയൂല, ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ കഴിക്കണം. ഞാൻ മൈക്ക് കൊടുത്തു നിർത്തിയിരുന്നു. അത് നീയുടെ ടേസ്റ്റ്. അത് ശരിയാണ്, അവനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് അതെന്തോന്നേട്ടാ സവാള. ഇവൻ വലിയ ചിക്കൻ പീസ് എടുത്ത് എനിക്ക് ചിക്കൻ അതിനകത്തുണ്ട്. സാലഡും കൂടെ രണ്ടുപേരും. നീ ബാ, നീ ടേസ്റ്റ് ചിക്കൻ ചൂടുണ്ടോ? ചെറുതായിട്ട് ചെറുതായിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. പക്ഷെ ഹോട്ടലിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സൂപ്പ്, ക്ലിയർ സൂപ്പിനകത്ത് ഒരിക്കലും കോണൊന്നും ആഡ് ചെയ്യില്ല, അങ്ങനെ ടെക്സ്ചർ വരില്ലല്ലോ. അല്ല, ഇത് ഭയങ്കര റിച്ച് ആണ് നമ്മളത് അല്ലേ. മറ്റത് ഈ ചിക്കൻ സൂപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര റോ ആയിരിക്കും. നമ്മൾ വേറെ നല്ല സൂപ്പ്. നമ്മൾ ഈ അടുത്ത ഈ വർഷത്തെ ഹെൽത്തി ഫുഡിലോട്ട് പോവാണ് ഗൈസ്. അതാണ് ഈ വർഷം തൊട്ട്. അപ്പൊ ഇപ്പൊ പ്രാക്ടീസ് ആണ്, അടുത്ത വർഷം ഫുള്ള് ഇത് ട്രയൽ. ഹൗസ് ഇറ്റ്? അടിപൊളിയാണ്. പക്ഷെ നമ്മൾ ഈ ഉണ്ടാക്കിയ ഈ ഡ്രസ്സിങ്, അത് നമ്മൾ ചുമ്മാ ചിക്കൻ വെച്ച് വെച്ചപ്പോൾ ഡ്രസ്സിങ് ഉണ്ടാക്കിയ ഒരു കാര്യം പറ്റും. എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാപ്സിക്കം വലിയ ഇഷ്ടമില്ലാത്ത കാര്യം, ക്യാപ്സിക്കം വലിയ ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ടറിൽ സോൾട്ട് ചെയ്തോണ്ടാണ്. ഓവറായിട്ട് കുക്ക് ആയി കഴിയുമ്പോൾ മറ്റേ ടേസ്റ്റ് വരും. കുറച്ച് കുക്ക് ചെയ്താൽ മതി, സെമി കുക്ക് ചെയ്താൽ എല്ലാം കൊടുത്ത് കഴിയും. മന്തി എല്ലാം വരണ്ടേ? കൊടുത്തല്ല അമ്മയ്ക്കൊന്നും പിടിക്കില്ല. ഞാനും മിന്നു ക്യാപ്സിക്ക വിരോധികളാണ്. പക്ഷെ ഈ സാലഡ് കുഞ്ഞാ വേദം കഴിഞ്ഞിട്ട് കേട്ടോ. അമ്മ കണ്ട ഇതൊക്കെ അമ്മ കഴിക്കുമ്പോഴും ഇതെല്ലാം എടുത്ത് കളയും.
ക്യാപ്സിക്കം സെറ്റ് ആണ്. ഇതിലെ ക്യാപ്സിക്കം നമ്മൾ കഴിക്കും കേട്ടോ. എനിക്ക് സാധാരണ ക്യാപ്സിക്കം ഇഷ്ടമല്ല പറഞ്ഞത്. നീ ഇത് കഴിഞ്ഞിട്ട് വാ. കുറെ നാൾക്ക് ശേഷം നമ്മുടെ എയർ ഫ്രയർ വന്നു. ചേട്ടാ അതിനായിട്ട് നമുക്കേ എയർ ഫ്രയറിന്റെ അകത്ത് മറ്റത് മേടിക്കണം, അല്ലെങ്കിൽ എന്നും കെട്ട് കഴുകി അതിന്റെ അല്ല ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഫുള്ള് പോയി ആണോ തിരുമൊഴി കഴി ഫ്ലവർ അല്ല. കപ്പലിന്റെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ അച്ഛൻ്റെ റൂമിൽ കൊണ്ടിരുത്തി അല്ല നമ്മളൊരു നോൺ വെജ് അങ്ങനെയല്ല, നോൺ വെജ് ഒരു ഡയറ്റ് മോഡ് എന്നുള്ളൊരു ഫീൽ ഇല്ല അല്ലേ? മൂത്രം ഒഴിക്കുമ്പോ ഇത് കിട്ടില്ല. സ്നാക്ക് തന്നെ ക്ഷീണിതനായി. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇതിൽ കുറെ സംഭവങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അവന്റെ മൂഡ് എങ്ങനെ ഷിഫ്റ്റ് ആവുന്നു. ഒരു ഉച്ച തൊട്ട് വൈകിട്ട് വരെ നല്ല മൂഡിൽ തറി നിന്നിട്ടില്ല ആരും, ഇങ്ങനെ മാറി മാറി എടുത്തോണ്ട് നടക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 5:30 ആകുമ്പോൾ ആൾ ഉറങ്ങി. അപ്പോഴാണ് നമ്മളൊക്കെ ഒന്ന് പോയി കുളിച്ചത്. അപ്പൊ അവന്റെ മൂഡ് അനുസരിച്ചിരിക്കും ഓരോ ദിവസവും. അപ്പൊ ഇന്നലെ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ടുള്ളൊരു ബാക്കി സംഭവമായിരുന്നു ഇന്ന്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. സോ എല്ലാ ഡേയും ഒരേപോലെ ആയിരിക്കുമല്ലോ അല്ലേ, മാറി മാറിക്കൊണ്ടിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമ്മൾ പോയില്ലെങ്കിൽ ഇവ ഫുൾ തിന്നു തീർക്കും, നമുക്കൊന്നും കിട്ടില്ല.